ഹായ് ഗൈസ്. അപ്പം നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പം 1 വീക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഈ ചാലഞ്ച് എങ്ങനെ പോകുന്നു എന്നതിൻ്റെ ഒരു ഓവർവ്യൂ പോലെ എടുത്താലോ എന്ന്. അപ്പം എന്തായാലും കുറച്ച് സ്കിൻ കെയർ ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്ന് വെച്ചു. അതായത് നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പറഞ്ഞിരുന്നത് 5 കാര്യങ്ങളാണ്. അതിൽ സക്സസ്ഫുള്ളായിട്ട് പോയത് ആദ്യം പറയാം. സക്സസ്ഫുള്ളായിട്ട് പോയൊരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിരുന്നു. നമുക്ക് ഈ ഇത്രയും ദിവസവും പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 3 ലിറ്റേഴ്സ് വാട്ടർ ഇൻടേക്ക്. ഈ 3 ലിറ്റേഴ്സ് വാട്ടർ ഇൻടേക്കും നമുക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ 3 ലിറ്ററെങ്കിലും വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ, കുടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞത് ഡെയിലി രാവിലെ 7 മണിക്കെങ്കിലും എഴുന്നേക്കുക എന്നുള്ളത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്കോ അതിന് മുൻപോ എണീച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മിസ്സായ ഒരു കാര്യം, ഇനിയുള്ളത് 2 കാര്യങ്ങളാണ്. അത് രണ്ടൊന്ന് മിസ്സായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് സെയിം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ചൂസ് ചെയ്തത് ഒരു വെജ് ഓംലെറ്റ് ആയിരുന്നു. കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഓംലെറ്റ് കഴിക്കുക എന്നുള്ളത്. ഒരു ദിവസം ശിവരാത്രി വന്നതുകൊണ്ട് നമുക്ക് ഓംലെറ്റ് കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ വെജായിരുന്നു. അതുകൊണ്ട് അന്ന് നമ്മൾ വേറെ ഫുഡാണ് കഴിച്ചത്, വെജ് ഫുഡാണ് കഴിച്ചത്. അപ്പോൾ അന്ന് ഓംലെറ്റ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതെൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. പിന്നെ ലാസ്റ്റ് 45 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു ദിവസം രാത്രി നല്ല പനി പിടിച്ചു. അങ്ങനെ പനി പിടിച്ചുകൊണ്ട് ഒരു ദിവസത്തെ നമ്മുടെ വർക്കൗട്ട് മുടങ്ങി. ഓക്കെ ഗൈസ്, അങ്ങനെ 2 കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരുവിധം സെറ്റായിരുന്നു. അങ്ങനെ വേറെ ഒന്നും മിസ്സായിട്ടില്ല. പിന്നെ ഈ മിസ്സായത് 2 നമ്മുടെ മിസ്റ്റേക്ക് അല്ല, പനി പിടിച്ചതൊന്നും എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. അപ്പം എന്താ, അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ അവലോകനം. സെറ്റായി പോകുന്നുണ്ട്. നമുക്ക് ഇനിയും 20 ഡേയ്സിൽ കൂടുതൽ ബാക്കിയുണ്ട്. നമുക്ക് അടിപൊളിയാക്കണ്ടേ? ഇനി എനിക്ക് വന്നൊരു ചേഞ്ച് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഒരു അടുക്കും ചിട്ടയും വന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. രാവിലെ ഒരു 6:45 ആകുമ്പോൾ അലാം അടിക്കുന്നതിന് മുമ്പ് തന്നെ എണീറ്റ് പോകുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ല ചേഞ്ചല്ലേ. അങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം ഒരു മാസം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി ഇന്നത്തെ ചാലഞ്ചിലും വെള്ളം കൃത്യമായിട്ട് കുടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നാളെ